പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങള്, ഓരോ ജീവിത ലക്ഷ്യങ്ങള്, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കലഹങ്ങളുള്ളവർ, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ, ബയോപ്സി കൊടുത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലികൾ, വീടുകൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തരുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആശീർവദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആശീർവദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, തൊഴിലാളികളിൽ നിന്നും, തൊഴിൽ നഷ്ടപ്പെട്ടവരെയും, വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട്
പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ ഈ ദിവസം കാണാൻ പോകുന്നത് വിശ്വാസത്തെ ബേസ് ചെയ്ത് കർത്താവിൻ്റെ കാലത്ത് കർത്താവിനോട് ചുറ്റിപ്പറ്റി നടന്നവർ ഉയർത്തിയ കുറെ ചോദ്യങ്ങളുണ്ട്. അതിലൊരു ചോദ്യമാണ്, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. മാർക്കോസിന്റെ സുവിശേഷം 4:41. അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പൊ അതായത് ഈ യേശുവിലേക്കുള്ള വിശ്വാസ യാത്ര എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ ആദ്യത്തെ ക്ലാസ്സുകളാണ് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആരാണ് യേശു എന്നുള്ള ചോദ്യത്തിന് അപ്പോസ്തലന്മാർക്ക് കൊടുക്കുന്ന പ്രാഥമികമായ ക്ലാസ്സുകളാണ് ഇതെല്ലാം. അതുകൊണ്ട് അത് എന്താ ഈശോ പ്രാഥമിക ക്ലാസ്സാന്ന് പറയാൻ കാരണം എന്തറിയോ? നിർബന്ധിച്ചു എന്നൊരു വാക്കുണ്ട്. 6:45 വായിച്ചേ. താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുൻപേ മറുകരയിലുള്ള ബെത്സയിദയിലേക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അപ്പൊ ഈ യാത്രയില് എന്നിട്ട് ഈശോ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകണാണ്. ഇക്കരയില് അപ്പോസ്തലന്മാരെ അക്കരയ്ക്ക് തള്ളിവിടും. എന്നിട്ട് ഒരു രാത്രി കടലിലേക്ക് തള്ളിവിടണ കാണാം. അത് കമാൻഡാണ്. യു മസ്റ്റ് ഗോ ബൈ നോ മീൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാത്രി കടലിലേക്ക് അപ്പോസ്തലന്മാരെ തള്ളിവിട്ടേറ്റും ഈശോ അവിടെ കയറത്തില്ല. ഒരു മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകും. 4 യാമമായി കഴിയുമ്പോഴാണ് കടലിൻ്റെ മീതെ ഭയങ്കര കൊടുങ്കാറ്റ് കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ കടലിൻ്റെ മീതെ വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കൊടുങ്കാറ്റും കടൽക്ഷോഭത്തിലേക്കും ഈശോയെ തള്ളിവിട്ടെന്നല്ല എൻ്റെ അർത്ഥം, നിർബന്ധിച്ചു എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോഴ് അവർ അവരുടെ സംഘർഷ ഭൂമിയിൽ ദൈവത്തെ കണ്ടിട്ട് പോലും അവർ പറഞ്ഞ് ഭൂതമാണെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് പകച്ചുപോയി. അപ്പോൾ ഈ പകപ്പിലൂടെ ഈശോ വീണ്ടും അവർക്ക് വിശ്വാസ ക്രമീകരണം നടത്തും. എന്താ പറയണത്? ഭൂതമല്ല, ഞാനാണെന്ന് പറയും. ഞാനാണ്. അപ്പോഴും നമ്മൾ 6:41 പ്രശ്നം വരും. 6:40 എന്താണ്? ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു വിശ്വാസ പരീക്ഷണങ്ങളാണ്. നമ്മൾ തിയറി ആൻഡ് പ്രാക്ടിക്കൽ എന്ന് പറയില്ലേ, ഇവൻ ആരാണ് എന്നുള്ളതാണ് തിയറി. ഇവൻ ആരാണ്? ഞാൻ സൃഷ്ടികർത്താവായ
ദൈവം തമ്പുരാനാണ് എന്ന്. അപ്പോൾ ഈശോ നൽകിയിട്ടുള്ള ആ സ്വയം പ്രകാശിതമായ ദൈവത്തിൻ്റെ വെളിപാടുകളിലെ പരീക്ഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ അനുഭവങ്ങളിലൂടെയൊക്കെ ഇവരെ ദൈവം പഠിപ്പിക്കുകയും. അപ്പം അനുഭവങ്ങൾ എപ്പോഴും പ്രധാനപ്പെട്ടതാണ്. ദൈവത്തെ മനസ്സിലാക്കാനും വിശ്വാസം വർദ്ധിക്കാനും അനുഭവങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ആദിമസഭയിൽ അനുഭവങ്ങൾ, ഇപ്പം കൃപാസനം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? അനുഭവങ്ങൾക്കല്ലേ. അനുഭവ സാക്ഷ്യം എന്നല്ല പറയേണ്ടത്. അതിൻ്റെ കാരണം അവൻ ഓരോരുത്തർക്കും ഓരോ കാലം നൽകിയെന്നില്ലേ. നടപടി പുസ്തകം 17:26 ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു പക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എന്ത് വിഷയം മനസ്സിലായില്ലേ? അപ്പൊ അനുഭവം ഒരു പ്രശ്നമാണ്. ഈ ഇരുട്ട് കടലിലേക്ക് ഇവരെ തള്ളിയിടുന്നത്, നിർബന്ധിക്കുന്നത് ഒരു അനുഭവം ഉണ്ടാകാൻ വേണ്ടിയാണ് ക്രിസ്തുവിനെ. അപ്പം നമ്മളെപ്പോഴും ഓർത്തേക്കണം, നമ്മുടെ കടങ്ങളും അല്ലെങ്കിൽ മക്കള് തോന്നിയവാസങ്ങളിലൊക്കെ പോകുമ്പോഴും നിങ്ങൾ എന്തുണ്ടാക്കി ചില മക്കൾ മാതാക്കം പഠിക്കില്ലേ, മക്കളെ പോറ്റാൻ കഴിയത്തില്ലെങ്കിൽ അവരെ സൃഷ്ടിക്കാതിരിക്കണം എന്നൊക്കെ പറഞ്ഞ് മക്കള് ദൈവത്തെ മറന്നൊക്കെ സംസാരിക്കത്തില്ലേ. അപ്പം നിങ്ങൾ പ്രൈസ്തലോട് പറഞ്ഞാൽ മതി, അവരൊന്നും പറയരുത്, അവരെ ശപിക്കൊന്നും ചെയ്യരുത്, അവർക്കറിയില്ല. അത് നിങ്ങളെ ദൈവം നിർബന്ധിച്ച് ഇരുട്ട് കടലിലേക്ക് തള്ളിയിടുന്നതാണ്. അത് നിർബന്ധിച്ച വാക്ക് മറന്നു പോരുത്. മർക്കോസ് 6:45 താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുൻപേ മറുകരയിലുള്ള ബെത്സയിദയിലേക്ക് പോകാൻ അവർ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അപ്പൊ ഇരുട്ടുകടലേക്ക് നിർബന്ധിച്ച് വിടുകയാണേ. എന്തിനാണ്? ഒരു അനുഭവം ഉണ്ടാകാൻ. എന്നിട്ട് ഇവര് അപ്പോസ്തലന്മാരെപ്പോലെ നമ്മള് 4:40 ചോദിച്ചില്ലേ, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പൊ നിന്റെ രോഗങ്ങളും നിന്റെ തള്ളിപ്പറച്ചുകളിലും മക്കൾ നിന്നെ ഓർഫണാക്കണതും നിന്റെ ജോലി ചില സമയത്ത് നഷ്ടപ്പെടുന്നതും നിന്റെ വിസ പ്രോസസ് ആകാതിരിക്കുന്നതും നിന്റെ ഒത്ത കല്യാണം വിട്ടുപോരണതും എല്ലാം ദൈവത്തിനെ നീ ക്രിസ്തുവിനെ അന്വേഷിക്കാനും അനുഭവത്തിലൂടെ കണ്ടെത്താനും വേണ്ടിയുള്ള ദൈവപരിപാലനയായിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഈ വിഷയത്തിൽ സമാധാനം ഉണ്ടാവും, ദൈവത്തെ നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ജീവിതത്തെ സമീപിക്കാൻ നോക്കണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തിക്ക് തന്നെ എപ്പോഴും ഇങ്ങനെ അപ്ഡേഷൻസ് ഉണ്ടാകും. എപ്പോഴും സാക്ഷ്യത്തിൻ്റെ ഓരോ 3 മാസം കൂടുമ്പോഴും പുതിയ പുതിയ ദൈവാനുഭവങ്ങളുണ്ടാകും. ഇപ്പം നമ്മളോട് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കണത് എന്തുകൊണ്ടാണ് പുതുക്കിക്കൊണ്ടിരിക്കണത്? 2 കാര്യമാണ് പുതുക്കുമ്പോൾ ഉണ്ടാകണത്. അതായത് ഒന്ന്, എൻ്റെ അനുഭവത്തിൽ ദൈവം ഇങ്ങനെ നമ്മളൊരു ഉടമ്പടിയിലാണെങ്കിൽ ദൈവം ഇങ്ങനെ നമ്മളെ ഓരോ വിഷയം അതിൻ്റെ തക്ക സമയത്ത് എടുത്തുകൊണ്ടിരിക്കും. നമ്മൾ ഉടമ്പടി പുതുക്കിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും കാര്യം നടക്കുമ്പോൾ ഉടമ്പടി പുതുക്കില്ലെങ്കിലും കാര്യം നടന്നല്ല എന്ന് വിചാരിക്കും. അതങ്ങനെയല്ല നടക്കണത്. അത് നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവം അത് ടേക്കപ്പ് ചെയ്തിട്ട് അതാതിൻ്റെ കാലത്ത്, ഇപ്പം അങ്ങനെ ഒരു വാക്കുണ്ട്, ദൈവം എല്ലാം ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് അതാതിൻ്റെ കാലത്ത് നല്ലതായിരിക്കത്ത വിധം സൃഷ്ടിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ ഒരു സമയക്രമീകരണം എന്ന് പറയുന്നത്.
അപ്പം നമ്മൾ ഉടമ്പടി വെക്കുന്ന 6 കാര്യങ്ങളും 6 കാലമായിരിക്കും. 6 കാര്യത്ത് അതാതിൻ്റെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രഭാഷകൻ 39:34. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. ഉടമ്പടി നിയോഗങ്ങളുടെ രീതിയിൽ അതിൻ്റെ ഒരു കാലമുണ്ട്. അതിൻ്റെ ഒരു കാലം, അത് നടക്കേണ്ട കാലമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന വ്യക്തിക്ക് 3ാം ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ തന്നെ 3ാം ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് ഇരുത്തത്തില്ല. അപ്പം അതുപോലെ തന്നെയാണ് അതാതിൻ്റെ കാലമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഉടമ്പടി പുതുക്കത്തിലാണെങ്കിലുള്ള ഗുണമെന്ന് പറയുന്നത് ദൈവം ഈ വിഷയങ്ങൾ ഓരോ അതിൻ്റെ സമയമാകുമ്പോൾ ചെയ്ത് മാറ്റും. അപ്പം നമ്മൾ ഓർക്കണമെന്ന് വെച്ചാൽ പിശാച് പ്രവർത്തിച്ച് പറയും, അയ്യോ ഞാനിപ്പോൾ ഉടമ്പടിയിലല്ലല്ലോ, എന്നിട്ട് എൻ്റെ കാര്യം നടന്നല്ലോ. അതിൻ്റെ കാര്യം നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ മാതാവേ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. സഞ്ജാരി മാതാവേ കൃപയുടെ ഉറവേ. സഞ്ജാരി മാതാവേ കൃപയുടെ ഉറവേ. കൃപാസനത്തിൻ്റെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2 തിമോത്തിയോസ് 2:13. 2 തിമോത്തി 2:13 എപ്പോഴും മറന്നു പോകാതിരിക്കേണ്ട വചനമാണ്. ക്യാപിറ്റൽ വേർഡാണ്. എന്താണ് 2 തിമോത്തി പറഞ്ഞേ? 2 തിമോത്തിയോസ് 2:13. എന്താണ് വിഷയം? നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. ഇതൊരു പ്രശ്നമാണ്. ദൈവം അതാതിൻ്റെ കാലത്ത് നിങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അയ്യോ ഇനി പത്രം കൊടുക്കണമല്ല, ഇനി എന്താ ചിലർക്ക് വിശുദ്ധി ജീവിക്കണ പോലും ഭയങ്കരമായിട്ടുള്ള ചലഞ്ചാണ്. അപ്പം അതുകൊണ്ട് അവർ ഉടമ്പടി അവസാനിക്കുമ്പോൾ ഈ ലോകത്താന്മാരാണെങ്കിലേ ലോകമാണ് ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ, ഉദരമാണ് ദൈവം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം. ഫിലിപ്പി 3:19. ഫിലിപ്പിയർ 3:19. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. അപ്പൊ അതായത് ചിലർക്ക് ഉദരമാണ് ദൈവം. അതുകൊണ്ട് എന്താ പറയും, എങ്ങനെ അപ്പോൾ ഉടമ്പടി ഇല്ലെങ്കിൽ പിന്നെ ഉപവസിക്കേണ്ട കാര്യമില്ല ബുധനാഴ്ച. അപ്പോൾ ഉപവാസത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഉടമ്പടി അവസാനിപ്പിക്കുന്നവരുണ്ട്. അവർക്കൊരു ആശ്വാസമാണ് ഉടമ്പടി തീരുമ്പോൾ. അതിൻ്റെ കാര്യം അവർ ലോകത്താന്മാരായതുകൊണ്ടാണ്. ലോകത്താന്മാരാന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ലോകത്താൻ റേഞ്ച് എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു കാലമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആത്മീയത ഉള്ളവർക്ക് മാത്രമേ ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതാണ് വിഷയം. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കാര്യം ജനം ഇങ്ങനെ ദൈവം ഇങ്ങനെ ആളെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഭൗതിക മനുഷ്യനും ജഡിക മനുഷ്യനും ലൗകായിക മനുഷ്യനും ആത്മീയ മനുഷ്യനും ഒന്ന്. അപ്പോൾ ഈ ജഡിക മനുഷ്യന് ഉടമ്പടി ഒന്ന് പുതുക്കി തീർന്നാൽ അവിടെ ചുമ സ്റ്റോപ്പ് ചെയ്ത് കളയും. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ബാധ്യതകളൊക്കെ ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ.
ദൈവസ്നേഹം ഇല്ലാതെ വിഷയസ്നേഹം ഉള്ളത് കൊണ്ടാണ് ഉടമ്പടി അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 കൊരിന്തോസ് 2:14-15. 1 കൊരിന്തോസ് 2:14-15. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ഈ ഉദരമാണ് ദൈവം എന്ന് പറഞ്ഞ ആശയമില്ല. ഭൗതിക ഉദരമാണ് ദൈവം എന്ന് പറയുമ്പോൾ തീറ്റിപ്പണ്ടാരാന്നല്ല എൻ്റെ അർത്ഥം. ലൗകികമായ കാര്യങ്ങൾക്ക് മാത്രം ദൈവത്തെ അവലംബം വെക്കുന്ന ആൾക്കാരാണ്. വീട്, ജോലി, വിവാഹം, PR, പെൻഷൻ, വേറെ ഒന്നുമില്ല. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ആത്മീയത ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ ഉടമ്പടി പല സമയത്ത് സ്ലോ ആകാൻ കാരണം, പിത്ത പിടിക്കാൻ കാരണം എന്താ കാര്യം? ഉടമ്പടിക്ക് ഇങ്ങനെ കൊളസ്ട്രോൾ അടിക്കാൻ കാര്യം എന്താ? ഉടമ്പടി കൊളസ്ട്രോൾ അടിക്കാൻ കാര്യം ഇത് മൊത്തം ദൈവത്തെ സമീപിക്കുന്ന രീതിയുടെ കുഴപ്പമാണ്. ദൈവത്തിന് വേണ്ടി സ്വീകരിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള തന്ത്രവിദ്യയായിട്ട് ഉടമ്പടിയെ നിങ്ങൾ ന്യൂനീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആധ്യാത്മികമായ വളർച്ചയില്ലാത്തത്. സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ദൈവമാതാവിനോടും പരിശുദ്ധ ദൈവത്തോടും ദൈവമാതാവിനോടും ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പേര് എൽസി. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ പരുമലയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ഡിസംബർ 26 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടിയിൽ വെച്ചായിരുന്ന ഒന്നാമത്തെ നിയോഗം എനിക്കൊരു ഭവനമില്ല എന്നുള്ളതായിരുന്നു. ഞാൻ 20 വർഷമായി ഭവനമില്ലാതെ വാടക വീട്ടിലായിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത്. ഞാൻ ഭവനം പണിയുന്നതിന് വേണ്ടി ബാങ്കുകൾ കയറി ഇറങ്ങി. 4 ബാങ്കിൽ കയറി ഇറങ്ങിയപ്പോഴും എനിക്ക് ആരും ലോൺ തന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിലം വാങ്ങിച്ച് അവിടെയാണ് ഭവനം പണിയുവാനായിട്ട് തുടങ്ങിയത്. അപ്പം ഞാൻ ആകെ നിരാശയോടെ വിഷമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്താണ്, ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതല്ലേ, എന്നെ അമ്മ സഹായിക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കയ്യിൽ കുറേ പണം ഉണ്ടായിരുന്നു. അതും സ്വർണവും എല്ലാം വിറ്റ് പൈലടിച്ച് പില്ലർ വാർത്ത് ഞങ്ങൾ ഭിത്തി കെട്ടാൻ തുടങ്ങി. പിന്നെ യാതൊരു നിവൃത്തിയില്ലാതെ ഞാൻ വളരെയധികം വിഷമിച്ചു. അപ്പോൾ ഞാൻ യെശയ്യാ 45:2 വചനം, ഞാൻ നിനക്ക് മുമ്പേ പോയി കുന്നുകളും മലകളും നിരപ്പാക്കുകയും പിച്ചളവാതികൾ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരവും നിനക്ക് തരുമെന്ന് വാഗ്ദത്തം ചെയ്ത എൻ്റെ യേശുനാഥനോട് ഞാൻ കരഞ്ഞു മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു പ്രാർത്ഥിച്ച് കരഞ്ഞ് വളരെയധികം വേദനിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഗൾഫിൽ നിന്നൊരു കോള് വന്നു. അപ്പോൾ എന്നെ ഇതുവരെ ആ കൊച്ചു വിളിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് വിളിക്കുക, ചേച്ചി ഞാൻ ഇന്നയാളാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തോ മോനെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി എന്തായി പെരവണിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും ആയില്ല മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ എനിക്കിതാ, ഞാൻ ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് ഇച്ചിരി പണം ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനെ എനിക്കിപ്പോൾ പലിശ തരാനോ ഇപ്പോൾ ഉടൻ തന്നെ തിരിച്ചടയ്ക്കാനോ ഒന്നും നിവർത്തിയില്ല എന്ന്. അപ്പോൾ ആ കൊച്ചെന്നോട് പറഞ്ഞു, ചേച്ചി എനിക്കിപ്പോൾ പലിശയും തരണ്ട, ചേച്ചിക്ക് ഉണ്ടാകുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം ബാക്കിയുള്ള പണികൾ അങ്ങ് നടന്നു. പിന്നെ ഈ കണ്ടത്തിൽ വീട് പണിതുകൊണ്ട് നല്ല വെയിലായതുകൊണ്ട് ഈ കൊറോണയും വെള്ളപ്പൊക്കവും എല്ലാം കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെയും പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാം വിണ്ട് കീറും പോലെയായി കട്ടിലും ജനലൊക്കെ. അപ്പം ഞാൻ അതിന് കതകും ജനലൊക്കെ ഉണ്ടാക്കിക്കാനായിട്ട് പണിക്കാരെ തിരക്കിയപ്പോൾ പറഞ്ഞു 2 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും ഇതിന് ചെയ്യുവാനായിട്ട്. അപ്പം ഞാൻ വേറെ വിഷമിച്ചു, ദൈവമേ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, ലോണും കിട്ടിയില്ല, ഇനി എന്ത് ചെയ്യും? അങ്ങനെ ഇരുന്ന് ഞാൻ വിഷമിച്ച സമയത്ത് ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, അമ്മേ യോസേപ്പ് പിതാവ് ആശാരിപ്പണിയാണല്ലോ, അമ്മ എൻ്റെ ഭവനത്തിന് കതകും ജനലും എല്ലാം പിടിപ്പിച്ച് തരണേ, എനിക്ക് 2 ലക്ഷം രൂപ കൊടുത്ത് ഉണ്ടാക്കുവാനൊന്നും എനിക്ക് ഒരു നിവൃത്തിയില്ല, അമ്മ എന്നെ സഹായിക്കണമെന്നും പറഞ്ഞ് ഞാൻ മുട്ടിപ്പായി കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ചേച്ചി എന്നെ വിളിച്ചു. നീ എന്നടി കരയുമായിരുന്നു എന്ന് ചോദിച്ചു എൻ്റെ ചേച്ചി എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെയൊക്കെയാണ്, ജനലും കതക് പിടിപ്പിന് എത്ര രൂപ വേണമെന്നാണ് പറഞ്ഞത്, എൻ്റെ കയ്യിൽ ഒരു നിവൃത്തിയില്ല ചേച്ചി, ഞാൻ എന്തോ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞു.
അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, ഞാൻ നോക്കട്ടെ, നമ്മുടെ ഇവിടെ അടുത്ത് ഒരു ചേട്ടനുണ്ട്, ഞാൻ ആ ചേട്ടനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു വേണ്ടപ്പെട്ട ചേട്ടൻ, അപ്പോൾ 150 കിലോമീറ്ററോളം അകലെയാണ് അവർ താമസിക്കുന്നത്. അപ്പം ഞാൻ ചേച്ചി എനിക്ക് ഫോൺ നമ്പർ, ആ ചേട്ടൻ്റെ ഫോൺ നമ്പർ തന്നിട്ട് പറഞ്ഞു, നീ ആ ചേട്ടനെ ഒന്ന് വിളിച്ച് നോക്കുന്ന. ആ ചേട്ടനെ ഞാൻ വിളിച്ചപ്പോൾ ആ ചേട്ടനെ എനിക്ക് വന്ന് എല്ലാ കൂട്ടും ശരിയാക്കി 90,000 രൂപയ്ക്ക് അവിടെ നിന്ന് ഇടുക്കിയിൽ നിന്ന് പത്തനംതിട്ട വരെ എനിക്ക് സാധനങ്ങളെല്ലാം കൊണ്ടു തന്ന് എനിക്ക് കതകും ജനലും എല്ലാം പിടിപ്പിച്ച് എനിക്ക് ഭംഗിയായിട്ട് എല്ലാ പണികളും ചെയ്തു തീർത്തു തന്നു. അങ്ങനെ ബാക്കിയുള്ള പണികളും പൂർത്തീകരിക്കാൻ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ 2004 ഓഗസ്റ്റ് 15-ാം തീയതി ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ആറ്റിങ്ങിൽ വെച്ച് ഞങ്ങൾക്ക് വലിയൊരു അപകടം ഉണ്ടായി. അപ്പം ഞങ്ങളിങ്ങനെ മാതാവിനോട് കൊന്ത ചെല്ലാനൊന്നും എനിക്കറിയില്ലെങ്കിലും ഞാൻ മാതാവിനോട് ഇങ്ങനെ കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ അങ്ങ് മയങ്ങിപ്പോയി. മയങ്ങിയ സമയത്ത് ഞങ്ങളുടെ വണ്ടി ഒരു പോസ്റ്റിൽ ചെന്നിടിച്ച് പോസ്റ്റ് വട്ടം മുറിഞ്ഞ് തീയൊക്കെ കത്തി ഞങ്ങളുടെ വണ്ടി അങ്ങ് മറിഞ്ഞ് 150 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു പോയി. അപ്പോൾ ആ സമയത്ത് അവിടെ കണ്ടുനിന്നവർ ഓടി വന്നിട്ട് പറഞ്ഞ് ആരും രക്ഷപ്പെട്ട് കാണത്തില്ല എന്ന്. അപ്പോൾ 2-3 വയസ്സായ കുഞ്ഞുങ്ങളടക്കം ഞങ്ങൾ 5-8 പേരുണ്ടായിരുന്നു വണ്ടിയിൽ. പക്ഷേ എൻ്റെ മാതാവ് ഞങ്ങൾക്ക് ആർക്കും ഒരപകടവും വരുത്താതെ ഞങ്ങളെല്ലാവരെയും അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ഞങ്ങൾക്ക് ചെറിയ മുറിവും പൊട്ടലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 2004 ആ ആക്സിഡൻ്റ് കേസിൻ്റെ പണം എനിക്കിപ്പോൾ ഈ പെരപണിയുടെ വലിയ ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് ദൈവം എനിക്കതും അനുവദിച്ച് തന്നു. അതുപോലെ തന്നെ ഞാൻ ചോദിക്കാതെ തന്നെ ചേച്ചിക്ക് ഉണ്ടാകുമ്പോൾ തന്ന മതി എന്ന് പറഞ്ഞ് ഒത്തിരി ആൾക്കാർ എന്നെ സാമ്പത്തികമായി സഹായിച്ചു. അതുപോലെ 2021 ഡിസംബർ 26-ാം തീയതി എനിക്ക് മനോഹരമായൊരു ഭവനം തന്ന എല്ലാ പണികളും തീർത്ത് എനിക്ക്